ഇന്ന് നമുക്ക് അടിപൊളി ടേസ്റ്റിൽ ഒരു വെറൈറ്റി ചായക്കടി ഉണ്ടാക്കിയാലോ? നമ്മളെല്ലാവരും പല ടൈപ്പ് ചായക്കടികൾ കഴിക്കാനാണ് ഇഷ്ടം. അതുകൊണ്ട് നമുക്കിന്ന് വെറൈറ്റി ചായക്കടി തന്നെ ഉണ്ടാക്കാം. എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് എടുക്കാം. ഇതിനു വേണ്ടി എടുത്തതെന്ന് വെച്ചാൽ 3 നേന്ത്രപ്പഴമാണ് ഞാൻ എടുത്തത്. അധികം പഴുപ്പൊന്നും വേണ്ട. ഇതുപോലെയുള്ള നേന്ത്രപ്പഴം തന്നെ എടുക്കണം. എന്നാലേ നമുക്കിത് നമ്മൾ വിചാരിക്കുന്ന പോലെ നമുക്ക് നല്ല ഡ്രൈയും ഇതൊക്കെ ആയിട്ട് നമുക്ക് കിട്ടും. ഇപ്പോൾ ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് നമുക്ക് പഴമൊക്കെ കട്ട് ചെയ്തെടുക്കേണ്ടത്. സംഭവം അടിപൊളി തന്നെയാണ്. ഞാൻ ആദ്യം ഇതുപോലെ 2-3 തവണ ട്രൈ ചെയ്തതിന് ശേഷമാണ് നിങ്ങൾക്കും കൂടി ഷെയർ ചെയ്യുന്നത്. ഇനി നമുക്കിത് ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. ഞാൻ ഇതുപോലെയാണ് കട്ട് ചെയ്തെടുക്കേണ്ടത്. നമ്മൾ സാധാരണ പഴം മുറിക്കുന്നതിൽ വ്യത്യസ്തമായിട്ട് നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതാകുമ്പോൾ നമുക്ക് കഴിക്കാനൊക്കെ വളരെ എളുപ്പത്തിൽ, കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ കൂടി ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് എന്തായാലും അറിയിക്കണേ. നമുക്ക് അടുത്ത പഴങ്ങളൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. പിന്നെ ഞാൻ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ ഇതിലേക്ക് 1.5 കപ്പ് മൈദയാണ് ആവശ്യം. നമുക്ക് ആദ്യം 1.5 കപ്പ് മൈദ ഇട്ടതിന് ശേഷം ഇതിലേക്ക് 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ്. ഇതാണ് എൻ്റെ കറക്റ്റ് അളവ്. പിന്നെ ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നെ 5 ഏലക്ക പൊടിച്ചതാണ്. പിന്നെ മഞ്ഞൾ, ഒരു പിഞ്ച് മഞ്ഞൾ ഇട്ട് കൊടുത്താൽ മതിയേ. നമുക്ക് അല്പം വെള്ളം ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് അധികം ലൂസാവാതെ നോക്കണേ. ഈ വീഡിയോയിൽ കാണുന്നത് പോലെയാണ് നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇതുപോലെ നമുക്ക് ചെയ്തെടുക്കാം. ഇതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ്. എന്നാലേ നമ്മൾ വിചാരിച്ച പോലെ നമുക്ക് ആയി കിട്ടും കേട്ടോ. പിന്നെ ഇതിലേക്ക് എടുത്തതെന്ന് വെച്ചാൽ 4 പീസ് ബ്രെഡാണ് എടുത്തത്. നമുക്കിത് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഒന്ന് പൊടിച്ചെടുക്കണം. പൊടിച്ചെടുക്കുന്ന സമയത്ത് അധികം പൊടിയാതെ ഇതിൽ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ പൊടിച്ചെടുക്കണേ. ഇനിയെല്ലാം നമുക്ക് പൊടിച്ചെടുക്കാം. ഇപ്പം ഞാൻ ഇതുപോലെയാണ് പൊടിച്ചെടുത്തത്. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മാവിലേക്ക് നമ്മൾ ഓരോ പഴവും എടുത്ത് ഇതുപോലെ ഇട്ടതിന് ശേഷം നമുക്ക് ബ്രെഡ് ക്രംസിലേക്ക് നമുക്ക് ഇട്ട് കൊടുത്ത് ഇതുപോലെ നമുക്ക് നല്ലോണം ബ്രെഡ് എല്ലായിടത്തും ആകുന്ന രൂപത്തിൽ ആക്കിയെടുക്കണേ. പിന്നെ എണ്ണ എന്ന് വെച്ചാൽ നല്ലോണം തിളച്ചതിന് ശേഷം തന്നെ ഇട്ട് കൊടുക്കണേ. അല്ലെങ്കിൽ എണ്ണ കുടിക്കാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് എണ്ണ നല്ലോണം തിളച്ചതിന് ശേഷം ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു ബ്രൗൺ കളറാണ് ആയി കിട്ടേണ്ടത്. ഇനി ഇതുപോലെ ഇടയ്ക്കൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കാം. ഇനി ഇതൊരു ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം. അങ്ങനെ നമ്മൾ അടിപൊളി ടേസ്റ്റിയായ ചായക്കടി റെഡിയായ. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം.